ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീവിശാൽ എന്റർടൈൻമെന്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മുടെ കൂടെ ഉള്ളത് ട്രൈബർ ആണ്. ഇതൊരു 7 സീറ്റർ വാഹനമാണ്. നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും പ്രൈസ് കുറഞ്ഞ് വാങ്ങാൻ പറ്റിയ ഒരു 7 സീറ്റർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ട്രൈബർ തന്നെയാണ് ഏറ്റവും വിലക്കുറവിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനം. ഇത് ഇതിന്റെ സെക്കൻഡ് വേരിയന്റ് ആണ്. ഏറ്റവും ബേസ് മോഡൽ വേണമെങ്കിൽ വെറും 7,12,000 രൂപ മാത്രമാണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ ഒരു വാഹനം വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ വരുന്ന വാഹനം, അതായത് ഈ ഒരു ലുക്ക് അല്ല, ഇതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതിന് ഇതിനേക്കാൾ കുറച്ചുകൂടെ പ്രൈസും കുറവാണ്, അത്യാവശ്യം നല്ലൊരു ഓഫർ നമുക്ക് കിട്ടാം. അതായത് 7 ലക്ഷം രൂപയിൽ താഴെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഇനി ഈ കിടക്കുന്നത് സെക്കൻഡ് വേരിയന്റ് ആണ്. സെക്കൻഡ് വേരിയന്റിലേക്ക് വരുന്ന സമയത്ത് ഓൺ റോഡ് പ്രൈസ് വരുന്നത് നമുക്ക് 8,13,000 രൂപയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത്. ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പവറിന്റെ ആയാലും ഇൻഫോർട്ടേഷൻ സിസ്റ്റം ആയാലും അങ്ങനെ നിങ്ങളൊരു എന്താ പറയാ ഡെയിലി യൂസിന് എന്തൊക്കെ കാര്യങ്ങളാണോ ഒരു വാഹനത്തിൽ വേണ്ടത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു എവല്യൂഷൻ എന്ന സെക്കൻഡ് വേരിയന്റിൽ നമുക്ക് അവൈലബിൾ ആണ്. വലിയ ഡൗൺ പേയ്മെന്റ് ഒന്നും വേണ്ട. നമുക്കൊരു എനിക്ക് തോന്നുന്നു ഒരു 80 to 80,000 മുതൽ 1 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് നമുക്ക് ഏകദേശം ഒരു EMI കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഡൗൺ പേയ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് വരല്. 7 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ ഒരു 1,650 1,700 റേഞ്ചിൽ ഒരു പെർ ലാക്ക് EMI നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കിയാൽ ഗുണിച്ചു നോക്കിയാൽ മതി. 1,700 അല്ലെങ്കിൽ 1,700 ഇൻറ്റു 7 ലക്ഷമാണ് ലോണെങ്കിൽ അതായിരിക്കും നമ്മുടെ ഒരു EMI നമുക്ക് വരുന്നത്. 5 വർഷത്തേക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ലോണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇൻട്രൊഡക്ഷനിൽ പറയുന്നതിന് വേണ്ടിയിട്ട്. അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളത് പറഞ്ഞു. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, ഇതൊരു ബ്ലാക്ക് കളർ കൂടിയാണ് ഈ കിടക്കുന്ന വാഹനം. അപ്പോൾ ഒരു സെക്കൻഡ് വേരിയന്റ് ആണെങ്കിൽ ബേസ് മോഡലാണ് നമുക്ക് ബ്ലാക്ക് കളറും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതൊരു പ്രത്യേകതയായിട്ട് എടുത്ത് പറയാം. പല ബ്രാൻഡുകളിലും ടോപ്പ് എൻഡിലൊക്കെ ആയിരിക്കും ബ്ലാക്ക് കളർ ഓപ്ഷൻ നമുക്ക് വരുന്നത്. പക്ഷെ ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ബ്ലാക്ക് കളർ ഓപ്ഷനിൽ തന്നെ ഒരു സെക്കൻഡ് വേരിയന്റ് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു കൈകൾ കിടപ്പുണ്ട്. ഇത് കൈകൾ നമ്മുടെ ഈ ഒരു ഇപ്പോഴത്തെ മോഡലിന് തൊട്ട് മുന്നേ ഉള്ളൊരു വേരിയന്റ് മോഡലാണ്. ഫേസ്ബുക്കിന് തൊട്ട് മുന്നേ ഉള്ളതാണ്. ഇതും നമുക്ക് അവൈലബിൾ ആണ്. കിഡും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഡസ്റ്റർ നമുക്ക് അടുത്ത മാസം ഡസ്റ്റർ ഒക്കെ ഉടനെ വരും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ അതിന് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അത് എടുത്ത് പറഞ്ഞേക്കാം, അത്യാവശ്യം ബുക്കിംഗ് കൂടെ ആയിട്ടുണ്ട്. അപ്പൊ തുടക്കത്തിൽ തന്നെ ബുക്ക് ചെയ്തിട്ട് തന്നെ ഒരു ഗുണമെന്ന് വെച്ചാൽ വണ്ടി വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ആ ഒരു വാഹനം നോക്കി നിൽക്കുന്നുവെങ്കിൽ വെയിറ്റ് ചെയ്യണം. ജസ്റ്റ് ബുക്ക് ചെയ്തിട്ട് അഥവാ ആ വാഹനം വേണ്ട, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്യാൻസൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ബുക്കിംഗ് ചെയ്യുമ്പോൾ ആരും പിടിച്ചു വെക്കത്തൊന്നുമില്ല ഒരു ഷോറൂമിലും. ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്തിട്ടേരെ, അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. വന്നിട്ട് പിന്നെ ബുക്ക് ചെയ്യുക, പിന്നെ വണ്ടി കിട്ടാൻ ഒരുപാട് താമസം വരും. അപ്പൊ ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്തിട്ടേരെ. വേറെ എന്തെങ്കിലും ഇൻട്രോഡക്ഷനിൽ പറയുന്നതിന് ഇനി എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം. ഫ്രണ്ട് ലുക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് കണ്ടോ, വളരെ നീറ്റായിട്ടാണ് ആ ഒരു ഫേസ് ലിഫ്റ്റ് വന്ന സമയത്ത് ഈ ഒരു വാഹനത്തെ കമ്പനി ഡിസൈൻ ചെയ്തേക്കുന്നത്. ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് പറയുന്നത് ഈ ഒരു ഗ്രില്ലും അതേപോലെ തന്നെ ഈ ഒരു പുതിയ ലോഗോയും തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ ആ ഒരു പോർഷനൊക്കെ ഡിസൈൻ ചെയ്തു. ഈ ഒരു ഹുഡിന്റെ പോർഷനൊക്കെ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിലൊരു റീഡിസൈനിങ് ഒക്കെ ആ ഒരു ഹുഡിന്റെ പോർഷനിൽ വന്നിട്ടുണ്ട്. ഹെഡ്ലാമ്പിലേക്ക് വരുന്ന സമയത്ത് പ്രൊജക്ട് ടൈപ്പാണ് ആ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് ഈ ഒരു വേരിയന്റിൽ കമ്പനി കൊടുത്തേക്കുന്നത്. അപ്പൊ പ്രൊജക്ട് ഹെഡ്ലാമ്പ് യൂണിറ്റ് ഈ ഒരു വേരിയന്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഫോഗ് ലാമ്പ് ഈ വേരിയന്റിൽ നമുക്ക് വരുന്നില്ല. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. വലിയ പേയ്മെന്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫോഗ് ലാമ്പ് ഈ ഒരു വാഹനത്തിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അവിടെ തന്നെ സൈഡ് പോർഷനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഓൾറെഡി നിങ്ങളുടെ അടുത്തൊരു ഞാൻ പറഞ്ഞു ഇതൊരു 7 സീറ്റർ വാഹനമാണ്. അപ്പൊ 7 സീറ്റർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു എന്താ പറയാ ഒരുപാട് അങ്ങ് ലെങ്ത് വരുന്ന ഒരു വാഹനവും അല്ല ഇത്. അപ്പം ഹുഡിന്റെ പോർഷൻ അത്യാവശ്യം ഒതുക്കിയാണ് അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഒരുപാട് വലുപ്പത്തില്ല ഡാഷ്ബോർഡും വരുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം സ്പേസ് നമുക്ക് ആ ഒരു 3rd റോ വരെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ടയർ സൈസിലേക്ക് നമ്മൾ സിയറ്റിന്റെ ടയറാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി യൂസ് ചെയ്തേക്കുന്നത്. 14 ഇഞ്ചാണ് ടയർ സൈസ്. 165/80R14 ആണ് ടയർ പ്രൊഫൈൽ വരുന്നത്. ഈ ഒരു ഇതിലൊരു വീൽ കപ്പാണ് അവർ കൊടുത്തത്. പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വീൽ കപ്പ് ഇല്ല എന്നുള്ളത് വിചാരിക്കും. പക്ഷേ ഈ ഒരു ഇതിലൊരു വീൽ കപ്പാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അത് വേണ്ട എന്നുള്ളതിൽ നിങ്ങൾക്ക് ആഫ്റ്റർ മാർക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വീൽ കപ്പ് ആണെങ്കിലും അലോയ് വീൽ ആണെങ്കിലും നിങ്ങൾക്ക് മാറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫ്രണ്ടറിലായിട്ടാണ് ടേൺ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തേക്കുന്നത്. മിറർ ബോഡി കളറിലല്ല വരുന്നത്, ഒരു മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. ഇതൊരു ബ്ലാക്ക് കളർ വാഹനം ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ തോന്നുന്നതാണ്. ഇപ്പോൾ ഇതൊരു വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെയായിരിക്കും മിറർ വരുന്നത്. അതേപോലെ തന്നെയാണ് ഡോർ ഹാൻഡിലായാലും ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതായത് ബോഡി കളറിലല്ല നമുക്ക് വരുന്നത്, മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. ഫ്രണ്ടിലായിട്ട് ഒരു ആന്റിന യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. റൂഫ് റെയിൽ ഇതിൽ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് അത് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് അക്സസറീസ് ആയിട്ട് നമ്മുടെ ഷോറൂമിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങാവുന്നതാണ്. അപ്പൊ റൂഫ് റെയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്സസറീസ് ആയിട്ട് വാങ്ങി വെക്കാം. പിന്നെ അലോയ് വീല് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഷോറൂമിൽ നിന്ന് തന്നെ അക്സസറീസ് ആയിട്ട് വാങ്ങി വെക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഡോറിന് അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഈ ഒരു സെക്കൻഡ് റോയിൽ കൂടിയാണല്ലോ നമ്മൾ ആ ഒരു 3rd റോയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിപ്പം കാര്യങ്ങളൊക്കെ ആ ഒരു എന്താ പറയാ റിയർ പ്രൊഫൈൽ ഡോറിനും വരുന്നുണ്ട്. ഇനി ഏറ്റവും റിയർ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് വലിയ ചേഞ്ചസ് നമുക്ക് ഈ ഒരു മോഡലിൽ എന്താ പറയുക സെക്കൻഡ് വേരിയന്റ് നമ്മൾ കാണുന്ന സമയത്ത് ഈ ഒരു റിയർ പ്രൊഫൈലിൽ തോന്നില്ല. പക്ഷെ ചേഞ്ചസ് ഉണ്ട്. കാരണം ആ ഒരു ലൈറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പഴയ വാഹനത്തിൽ എങ്ങനെയാണോ വന്നിരുന്നത് ആ ഒരു സെയിം ഡിസൈൻ തീം തന്നെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്.
ആ ഒരു ട്രൈബർ എന്നൊരു ബ്രാൻഡിങ് അവർ കൊടുത്തിട്ടുണ്ട്. ഹൈ മൗണ്ട് സ്റ്റോപ്പിലാണ് ഈ ഒരു പോർഷനിലായിട്ട് പ്ലേസ് ചെയ്തേക്കുന്നു. പുതിയ ലോഗോ, റെനോയുടെ പുതിയ ലോഗോ വളരെ നീറ്റ് ആയിട്ട് തന്നെ പ്ലേസ് ചെയ്തു. ഇവിടെ നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു എലമെന്റ് കമ്പനി കൊടുത്തിട്ടുണ്ട്. പുതിയ ലെറ്ററിംഗ് ആണ് ആ ഒരു ട്രൈബറിന്റെ എന്ന് കൊടുത്തേക്കുന്നതും. ബമ്പറൊക്കെ ഫുള്ളി ഒരു മാറ്റ് ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതൊരു 7 സീറ്റർ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഇത് കണ്ടപ്പോഴേ മനസ്സിലായി കാണും, നമുക്ക് സ്പെയർ ടയർ വരുന്നില്ല. പഞ്ചർ കിറ്റ് ആണ് അവർ കൊടുത്തേക്കുന്നത്. പഞ്ചർ കിറ്റ് തന്നെയാണ് ഒട്ടുമിക്ക വാഹനങ്ങളിലും നമുക്ക് ഈ ഒരു പഞ്ചർ കിറ്റ്. അപ്പൊ നമ്മൾ പഞ്ചിന്റെ ബേസ് മോഡലൊക്കെ കഴിഞ്ഞ ദിവസം ചെയ്ത സമയം നമ്മൾ കണ്ടതാണ് പഞ്ചർ കിറ്റ്. ബൂട്ട് സ്പേസ് ഒന്നുമില്ല, അതങ്ങ് എടുത്ത് പറഞ്ഞേക്കാം. പിന്നെ ഈ ബൂട്ട് സ്പേസ് വേണം എന്നുണ്ടെങ്കിൽ 5 പേരെ പോകുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു സീറ്റ് വെച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇളക്കി മാറ്റാവുന്നതേ ഉള്ളൂ. 5 പേര് ഇരുന്ന് പോയിട്ട് ഈ ഒരു സീറ്റ് ഇതേപോലെ വെച്ചുകൊണ്ട് പോയിട്ട് ബൂട്ട് സ്പേസ് ഇല്ലെന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, ശരിയായ കാര്യമല്ല. ഇനി 6 പേരെ പോകുന്നുള്ളൂ എന്നുണ്ടെങ്കിലും ഈ ഒരു സീറ്റ് നിങ്ങൾക്ക് ഇളക്കി മാറ്റാം. ഇത് മാത്രമല്ല, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇളക്കി മാറ്റാവുന്നേ ഉള്ളൂ. വലിയ ശ്രമകരമായ കാര്യമൊന്നുമല്ല. ഇത് നമുക്ക് തിരിച്ചിടലും വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് തിരിച്ചിടാനും പറ്റും. ഇത്രയേ ഉള്ളൂ കാര്യം. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് അവർ അതിനകത്ത് കൊടുത്തിട്ടുമുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. വേറെ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കിവിടെ പറയുന്നതിന് വേണ്ടിയിട്ട് റിവേഴ്സ് ക്യാമറയും നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു വേരിയന്റിൽ. അടഞ്ഞില്ല, നല്ലോണം അടച്ചോട്ടെ. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് അകത്തോട്ട് കയറാം. അകത്തേക്ക് കയറുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ വാഹനത്തിന്റെ ഡാഷ്ബോർഡ് വരുന്നത്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നൽകിയിട്ടുള്ളത് കാണാം. സ്റ്റിയറിംഗിൽ കൺട്രോൾസോ കാര്യങ്ങളൊന്നും ഈ ഒരു മോഡലിൽ നമുക്ക് കിട്ടില്ല. സെൻട്രൽ ലോക്ക് നമുക്ക് അവൈലബിൾ ആണ്. 4 ഡോർ പവറിന്റെ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് 2 സ്വിച്ചസേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ 4 ഡോർ പവറിന്റെ നമുക്ക് വരുന്നുണ്ട്. സെക്കൻഡ് റോയിൽ ഈ ഒരു ഡോർ, സെക്കൻഡ് റോയിലെ ഡോറിലായിട്ട് 2 പവറിന്റെ സ്വിച്ചസും അവർ നൽകിയിട്ടുണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഈ ഒരു ഫ്രണ്ട് പോർഷനിലായിട്ട് നമുക്ക് അവൈലബിൾ അല്ല. 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു വേരിയന്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു റെനോയുടെ ലോഗോ, പുതിയൊരു ലോഗോ ആ ഒരു സ്റ്റിയറിംഗ് വീലിൽ വളരെ മനോഹരമായിട്ട് പ്ലേസ് ചെയ്ത് കാണാം. അതേപോലെ തന്നെ കീയിൽ നമുക്ക് ആ ഒരു ലോഗോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വിത്ത് റിവേഴ്സ് ക്യാമറ നമുക്ക് അവൈലബിൾ ആണ്. AC മാനുവലി ആണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. ആ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഫോണൊക്കെ വളരെ കംഫർട്ടായിട്ട് വെക്കാം. അവിടെ നമുക്കൊരു ചാർജിംഗ് സോക്കറ്റ് നൽകിയിട്ടുണ്ട്. താഴ്ഭാഗത്തായിട്ട് നമുക്ക് 12 വാട്ട്സിന് ചാർജിംഗ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. സെൻട്രൽ ടണലിലായിട്ട് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോർഷനിലെ സീറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അഡ്ജസ്റ്റബിൾ ഒന്നുമല്ല ഹെഡ് റെസ്റ്റ് വരുന്നത്. ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ് നൽകിയിട്ടുള്ളത്. സീറ്റിൻ്റെ കളർ തീം നോക്കി കഴിഞ്ഞാൽ ഫുള്ളി ഒരു ബ്ലാക്ക് തീമിലുള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വേരിയന്റിൽ കമ്പനി കൊടുത്തേക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ആ ഒരു ഡോർ പാഡിലായിട്ട് നൽകിയിട്ടുണ്ട്. ലൈറ്റ് ആയിട്ടുള്ള കളർ തീമാണ് നമുക്ക് ആ ഒരു ഡോർ പാഡിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഫുള്ളി ഡിജിറ്റലാണ് ഈ ഒരു വാഹനത്തെ ക്ലസ്റ്റർ യൂണിറ്റ് വരുന്നത്. ക്ലസ്റ്ററിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് യാതൊരുവിധ പുതുമകളും നമുക്ക് അവകാശപ്പെടാനായിട്ട് വരുന്നില്ല. ഡാഷ്ബോർഡിന്റെ കളർ തീമിലേക്ക് വരുന്ന സമയത്ത് ഒരു 2-3 കളേഴ്സിന്റെ കോമ്പിനേഷൻ നമുക്ക് വരുന്നുണ്ട്. ഡാർക്ക് വരുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്, ഗ്ലോസി ഫിനിഷ് വരുന്നു. അങ്ങനെ 2-3 കളേഴ്സിന്റെ കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ടോപ്പിലേക്ക് നോക്കുന്ന സമയത്ത് മിറർ മാനുവലി കൺട്രോളിംഗ് ഓപ്ഷൻ നൽകി ഒരു ലൈറ്റ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ ഡിസൈൻ കമ്പനി ചെയ്തേക്കുന്നത്. ഒരു സെക്കൻഡ് വേരിയന്റ് ആണെന്നുള്ളത് ഞാൻ എടുത്തു പറഞ്ഞിട്ടും ഉണ്ട്. ഇനി ഒരു സെക്കൻഡ് റോയിലേക്ക് വരുന്ന സമയത്ത് AC വെന്റ് നമുക്ക് ഈ ഒരു സെക്കൻഡ് വേരിയന്റ് മുതൽ നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു ബി പില്ലറിലായിട്ടാണ് ആ ഒരു AC വെന്റ് നൽകിയിട്ടുള്ളത്. ഈ ഒരു സീറ്റ് നമുക്ക് അത്യാവശ്യം റിക്ലൈനിങ് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. കണ്ട, അതിൻ്റെ ഒരു ഇതൊക്കെ നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത് കാണാം. ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ് അവർ നൽകിയിട്ടുള്ളത്. 60/40 സ്പ്ലിറ്റിംഗ് നമുക്ക് അവൈലബിൾ ആണ്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്കാനും അത് സാധിക്കുന്നതാണ്. ടോപ്പിലായിട്ട് വേറെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. നമുക്ക് 3rd റോയിൽ നമുക്ക് AC വെന്റ് അവൈലബിൾ ആണ്. 3rd റോയിൽ നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ 2 പേർക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. വേണ്ട എന്നുണ്ടെങ്കിൽ ആ ഒരു സീറ്റ് ഇളക്കി മാറ്റാനും പറ്റും. കൈയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വെച്ചിരിക്കാനും പറ്റും. ആ ഒരു ഗ്ലാസ് ഏരിയ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ആ ഒരു 3rd റോയിലും ഇവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു സെക്കൻഡ് റിയർ പ്രൊഫൈൽ ഡോറിലേക്ക് വരുന്ന സമയത്തും അവിടെയും നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് അവർ നൽകി. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഫ്രണ്ടിൽ നമുക്ക് പവർ വിൻഡോ നൽകിയിട്ടില്ല. പക്ഷേ നമുക്ക് ആ ഒരു സെക്കൻഡ് റോയിലെ ഡോറിലായിട്ട് പവർ വിൻഡോ കൺട്രോൾ അവർ നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് അത്യാവശ്യം സ്പേസ് ഒക്കെ വരുന്നു. ഫോണോ ബോട്ടിലോ ഒക്കെ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എൻജിൻ സ്പെക്കിലേക്ക് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ ചേഞ്ചസോ അല്ലെങ്കിൽ എന്താ പറയുക എടുത്തു പറയത്തക്ക കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു എൻജിൻ സ്പെക്കിൽ വരുന്നില്ല. ഒരു 1 ലിറ്റർ എഞ്ചിൻ മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. 3 സിലിണ്ടറാണ്. ഒരു 72 PS 96 ടോർക്കും ഒക്കെ മാത്രമേ ഇതിന് വരുന്നുള്ളൂ. അപ്പോൾ പെർഫോമൻസ് ആഗ്രഹിക്കുന്നവരൊന്നും ഈ ഒരു ട്രൈബറിലേക്ക് വരേണ്ട ആവശ്യമേ ഇല്ല. ഒരു ഫാമിലി പർപ്പസ് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കുക്കിൽ ഒതുങ്ങുന്ന രീതിയിൽ ഒരു 7 സീറ്റർ വേണമെന്നുള്ളൊരു കസ്റ്റമർ മാത്രം ഇതിലേക്ക് വന്നാൽ മതി. അല്ലാതെ ഇത് ചവിട്ടിപ്പറിച്ച് ഓട്ടിക്കണം അല്ലെങ്കിൽ ഭയങ്കര പോക്കറ്റ് റോക്കറുകളൊക്കെ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരൊന്നും ഈ ഒരു വണ്ടി എടുത്തിട്ട് പിന്നെ വലിവില്ലെന്നും പറഞ്ഞൊന്നും കുറ്റം പറയാൻ നിൽക്കരുത്. അത് ഈ ഒരു വാഹനം എന്താണോ എന്ന് മനസ്സിലാക്കി മാത്രം ഇത് വാങ്ങുക. അതായിരിക്കും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ.
വേറെ ഒന്നും ഈ ഒരു വീഡിയോയിൽ പറയാം. നമുക്ക് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം. അതിലെല്ലാ കൂട്ടർക്കും ബൈ.